ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്ററിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ശനി സൂര്യ സംയോഗത്താൽ ഉണ്ടാകാൻ പോകുന്ന ഫലത്തെക്കുറിച്ചാണ്. സൂര്യനും ശനിയും മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ സംയോഗം ചെയ്യുമ്പോൾ സൂര്യശനി പ്രഭയിൽ 4 രാശിക്കാർക്ക് സുവർണകാലം അനുഭവിക്കാൻ പോവുകയാണ്. ജ്യോതിഷപ്രകാരം ഓരോ ഗ്രഹങ്ങളുടെയും രാശിമാറ്റം നക്ഷത്രമാറ്റവുമൊക്കെ വളരെയധികം പ്രാധാന്യത്തോടുകൂടി നോക്കിക്കാണുന്നവരാണ് നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ജ്യോതിഷ വിശ്വാസികൾ. കാരണം അത്രയധികം ഗുണഫലങ്ങളും ദോഷഫലങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനും സൂര്യപുത്രനായ ശനിയുടെയും ഈ മാറ്റം ഉത്രട്ടാതി നക്ഷത്രത്തിൽ നടക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരമാണ് സ്വാധീനം ചെലുത്തുന്നത് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വരാൻ പോകുന്ന മാർച്ച് മാസം 21-ന് ഈ പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളും ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് രാശിമാറ്റം നടക്കുമ്പോൾ കർമ്മപരമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നതാണ്. സൂര്യനും ശനിയും കർമ്മകാരകന്മാരാണ്. അതുകൊണ്ട് തന്നെ ശനിയുടെ ഈ മാറ്റം പല വിധത്തിലാണ് നിങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നത്. സൂര്യപുത്രനാണ് ശനി. പൊതുവേ ഈ ഗ്രഹങ്ങൾ തമ്മിൽ ശത്രുതയിലാണെങ്കിലും ശനിയുടെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലേക്ക് മാറുമ്പോൾ ഈ 2 ഗ്രഹങ്ങളും ഗുണഫലങ്ങളായാണ് ഏറ്റവും കൂടുതൽ പ്രദാനം ചെയ്യുന്നത്. അത് ചില രാശിക്കാരിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉയർച്ചയിലേക്കാണ് എത്തിക്കുക. അപൂർവമായി നടക്കുന്ന ഇത്തരം മാറ്റങ്ങൾ എപ്രകാരം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ സ്വാധീനിക്കുമെന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഇതിൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത് 4 രാശികൾക്കാണ്. ഇതൊക്കെയാണെന്ന് പറയാം. മേടം രാശിയിലുള്ള അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം, ഈ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്ക് 5, 10 ഭാവാധിപന്മാരുടെ സംയോഗം പല വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ്. പലപ്പോഴും 10-ാം ഭാവത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അതേപോലെ തന്നെ 10-ാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിൽ 10-ാം ഭാവാധിപനും 5-ാം ഭാവാധിപനും യോഗം ചെയ്യുമ്പോഴും അതേ ഫലങ്ങൾ തന്നെ ലഭിക്കും. ഈ യോഗം കൊണ്ട് ജോലിയിൽ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തുവാനൊക്കെ സഹായിക്കും. ജോലി അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ പുതിയ ജോലിയൊക്കെ ലഭിക്കും. സാമ്പത്തിക സ്ഥിതി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ മുന്നോട്ട് പോകും. കർമ്മപരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും എല്ലാ തരത്തിലുള്ള ഗുണാനുഭവങ്ങളൊക്കെ തേടിയെത്തുന്നൊരു സമയമായിരിക്കും ഇത്. ജോലിയിൽ അധികാരവും പ്രശസ്തിയുമൊക്കെ തേടിയെത്തും. വരുമാന മാർഗങ്ങൾ ഇരട്ടിയാവുകയും ചെയ്യും. അതനുസരിച്ച് തന്നെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി മറിയുകയും ചെയ്യും. സമൂഹത്തിൽ അംഗീകാരവും ആദരവുമൊക്കെ തേടിയെത്തും. നിക്ഷേപങ്ങൾ നിമിത്തം സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുവാനും സാധിക്കും. അടുത്തതായി ഗുണം ഉണ്ടാകാൻ പോകുന്ന ഒരു രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിലുള്ള മകം, പൂരം, ഉത്രത്തിൻ്റെ 1-ാം പാദം, ഈ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്ക് പല വിധത്തിലുള്ള ലാഭവും അനുകൂലമായ ഫലങ്ങളും തേടിയെത്തും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഒരു സമയം തന്നെയാണ്. ശുഭകരമായ പല മാറ്റങ്ങളും ഈ രാശിക്കാരെ തേടിയെത്തും. സാമ്പത്തിക സ്ഥിതിയിൽ പല വിധത്തിലുള്ള ഉയർച്ചകളൊക്കെ തേടിയെത്തുന്നൊരു സമയം കൂടിയാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ആരോഗ്യ പ്രശ്നത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടുകയും ചെയ്യും. ശുഭകരമായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ ക്ഷമയോടെ പ്രവർത്തിക്കണം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ധനപരമായ നിക്ഷേപങ്ങളിൽ നിങ്ങൾക്ക് മികച്ച മാറ്റങ്ങൾ തേടിയെത്തും. പ്രത്യേകിച്ച് സത്യസന്ധത കൈവിടാതിരിക്കുക. ആരോഗ്യ പ്രശ്നത്തിന് പരിപൂർണ പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. സമൂഹത്തിൽ അംഗീകാരവും പേരും പ്രശസ്തിയും ഒക്കെ തേടിയെത്തുന്ന സമയം കൂടിയായിരിക്കും ഈ കാലഘട്ടം. അടുത്തതായിട്ട് സൂര്യശനി സംയോഗ ഫലമായി ഗുണഫലം ലഭിക്കാൻ പോകുന്നത് വൃശ്ചികം രാശിയിലുള്ള വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ 3 നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ തന്നെ മാറിമറിയുന്ന സമയമായിരിക്കും. പലപ്പോഴും സുഖത്തിലും സമൃദ്ധിയിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ മാറ്റങ്ങളും ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സ്വാധീനിക്കുന്ന സമയം കൂടിയാണ്. ശുഭകരമായ പല മാറ്റങ്ങളും നിങ്ങളിലേക്ക് എത്തുന്ന സമയം കൂടിയാണ്.
അതുകൂടാതെ ഗണ്യമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. സാമ്പത്തിക സ്ഥിതി ഇരട്ടിയാവുകയും ചെയ്യും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ തേടിയെത്തുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും പെട്ടെന്ന് തന്നെ പരിഹാരം കാണാനൊക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. ആഗ്രഹങ്ങൾ പലതും പൂർത്തീകരിക്കപ്പെടും. അടുത്തതായി ഗുണഫലം ലഭിക്കുന്നത് കുംഭം രാശിയിലുള്ള അവിട്ടം 3, 4 പാദം, ചതയം, പൂരോരുട്ടാതിയുടെ 1, 2, 3 പാദം. ഈ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്ക്, ഈ കുംഭം രാശിക്കാർക്ക് ശനിയുടെ മാറ്റം പലപ്പോഴും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ അതീവ ലാഭകരമായിരിക്കും ഓരോ കാര്യങ്ങളും. പിന്നെ ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സന്തോഷകരമായ ലാഭങ്ങളൊക്കെ ഉണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങളിലും നിക്ഷേപങ്ങളിലും ഗണ്യമായ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമായിരിക്കും. ധനലാഭത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മികച്ച സമയമാണ്. എല്ലാവിധത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണാൻ സാധിക്കും. ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലൊക്കെ ആയിരിക്കും. മുകളിൽ പറഞ്ഞ ഈ 4 രാശിയിലുള്ള 12 നക്ഷത്രക്കാർക്കും വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഈ ചാനലിൽ ഇടുന്ന ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും, ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ ഞങ്ങളുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ജ്യോതിഷം പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പഠിക്കാനുള്ള മനസാന്നിധ്യം മാത്രമുള്ള ആർക്ക് വേണമെങ്കിലും ജ്യോതിഷം പഠിക്കാവുന്നതാണ്. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.